ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ പലരും സ്വന്തം ഫോട്ടോ ഉപയോഗിച്ചിട്ട് AI വീഡിയോ ചെയ്തിടുന്നത് കാണാറുണ്ട്. ഞാൻ അതിനെക്കുറിച്ചുള്ള ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്ങനെ സ്വന്തം ഫോട്ടോ ഉപയോഗിച്ചിട്ട് AI വീഡിയോ ചെയ്യാമെന്ന് ആർക്കും, കൊച്ചു കുട്ടികൾക്കടക്കം വളരെ ലളിതമായി പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലോങ് വീഡിയോ ഞാൻ എൻ്റെ ഈ പേജിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അത് ഒരു യൂട്യൂബ് ക്രിയേറ്റ് എന്നുള്ള ആപ്പ് ഉപയോഗിച്ചാണ് സ്വന്തം ഫോട്ടോ ഉപയോഗിച്ചുള്ള വീഡിയോ ചെയ്യുന്നതെങ്കിൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് യൂട്യൂബ് തന്നെ നമുക്ക് നമ്മുടെ ഫോട്ടോ ഉപയോഗിച്ചിട്ട് ഒരു പോയിന്റ് നോട്ട് ചെയ്യണം. നമുക്ക് നമ്മുടെ സ്വന്തം ഫോട്ടോ ഉപയോഗിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ആരാൻ്റെതോ അല്ലെങ്കിൽ സെലിബ്രിറ്റികളുടെ ഫോട്ടോ ഒന്നും ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സ്വന്തം ഫോട്ടോ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു AI വീഡിയോ യൂട്യൂബിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് വേറെ ആപ്പ് ആയിരിക്കും ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. പലർക്കും ഞാൻ ആ AI സ്വന്തം ഫോട്ടോ ഉപയോഗിച്ച് AI വീഡിയോ ചെയ്യേണ്ട ആ ഒരു വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആപ്പ് ലിങ്ക് കൊടുത്തിട്ടും ചിലർക്കൊന്നും അതിൽ കയറി അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാമെന്ന് അറിയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ യൂട്യൂബ് തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ യൂട്യൂബ് ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വീഡിയോയിലൂടെ കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോ ഉണ്ടാക്കിയിട്ട് അത് യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം വേണ്ടത് യൂട്യൂബ് ആപ്പാണ്. അത് ഓപ്പൺ ചെയ്യുക. അതിനു മുമ്പ് അതൊന്ന് അപ്ഡേറ്റ് ചെയ്യണേ, എങ്കിൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ കിട്ടുള്ളൂ. എന്നിട്ട് ഈ പ്ലസ് മാർക്കിൽ താഴെ കാണുന്ന അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഷോർട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, വീഡിയോയിലല്ല, ഷോർട്ട് എന്നെടുത്ത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഈ AI വീഡിയോ ഉണ്ടാക്കാനുള്ള ആ ജെമിനിയുടെ ഓപ്ഷൻ നമുക്ക് കിട്ടുള്ളൂ. ഷോർട്ട് എന്നെടുത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഈ മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ AI വീഡിയോ ജെമിനിയുടെ ഓപ്ഷൻ അവിടെ ആ സിമ്പിളില്ല, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു കോളം ഓപ്പണായി വരും. അതിൽ ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിൽ ക്രിയേറ്റ് വീഡിയോ എന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ ആഡ് ഇമേജ് കാണുന്നില്ലേ, പ്ലസ് സിമ്പിളോട് കൂടിയിട്ടുള്ള ഒരു ആഡ് ഇമേജ്, അവിടെ ക്ലിക്ക് ചെയ്താൽ ഗാലറി പോയിട്ട് നമ്മുടെ ഒരു ഫോട്ടോ, ഞാൻ എൻ്റെ ഫോട്ടോ തന്നെയാണ് ഇവിടെ സെലക്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് എന്താണ് ഫോട്ടോയ്ക്ക് ഡ്രസ്സിങ് മാറ്റം വേണോ, ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ, മൊത്തത്തിൽ നമുക്കിവിടെ ആദ്യം ടൈപ്പ് ചെയ്ത് എഴുതാം. അപ്പം ഞാനിവിടെ എഴുതുന്നത് കേരള സെറ്റ് കസവ് സെറ്റ് സാരി ഈ ഗേള് വെയർ ചെയ്യണമെന്നാണ് ഞാൻ എഴുതുന്നത്. എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എന്താണോ പറയുന്നത് ഡയലോഗ്, ആ ഡയലോഗ് തുടങ്ങുമ്പോഴും ഡബിൾ കൊട്ടേഷൻ മാർക്ക് കൊടുക്കണം, എൻഡിങ്ങിലും ഡബിൾ കൊട്ടേഷൻ മാർക്ക് കൊടുക്കണം. ആ ഒരു കാര്യം പ്രത്യേകം പറയണം. എങ്കിൽ മാത്രമേ AIക്ക് ഇത് നമ്മൾ എന്താണ് പറയേണ്ടതെന്നുള്ള കാര്യം കറക്റ്റ് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം വിട്ടുപോകരുത്. സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഡബിൾ കൊട്ടേഷൻ മാർക്ക് കൊടുത്തിട്ട് വേണം നമ്മൾ പറയേണ്ട ഡയലോഗ് ഇവിടെ എഴുതാൻ. പിന്നെ പലർക്കുള്ള സംശയമാണ് ഇതിൽ AI ഫോട്ടോ ഉപയോഗിക്കണോ എന്നത്. അത് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തതിലാണ്. AI ഫോട്ടോ 4:5 റേഷ്യോയിൽ ChatGPT ക്രിയേറ്റ് ചെയ്തിട്ട് അതുകൊണ്ട് നമ്മുടെ സ്വന്തം ഫോട്ടോ ഉപയോഗിച്ചിട്ട് വീഡിയോ ചെയ്യുന്നത് ക്രിയേറ്റ് എന്നുള്ള ആപ്പ് ഉപയോഗിച്ച് അത് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ AI ഫോട്ടോ വേണ്ട, നമ്മുടെ ഒറിജിനൽ ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്തിട്ട് അതുകൊണ്ട് അതിൽ നമ്മുടെ ഡ്രസ്സിങ്ങോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടോ നമ്മളെന്ത് ഡയലോഗ് പറയണമെന്നൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. AI ഫോട്ടോ യൂസ് ചെയ്യണ്ട. അപ്പോൾ ഇതാണ് എളുപ്പം. മറ്റേതാകുമ്പോൾ നമ്മൾ ChatGPT പോയിട്ട് 4:5 റേഷ്യോയിൽ AI ഫോട്ടോ ഒക്കെ ക്രിയേറ്റ് ചെയ്യണം. ഇതാകുമ്പോൾ നേരിട്ട് തന്നെ നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എല്ലാം ഡയലോഗ് എഴുതി കഴിഞ്ഞാൽ റൈറ്റ് സൈഡോട്ടുള്ള ഏറോ മാർക്ക് കാണുന്നില്ല, അവിടെ വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ വീഡിയോ ജനറേറ്റായി വരും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സെലിബ്രിറ്റിയുടെ ഫോട്ടോ ഒക്കെ ഉപയോഗിച്ചാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കിത് ജനറേറ്റ് ചെയ്ത് വരില്ല. ഇത് മാറ്റി ക്രിയേറ്റ് ചെയ്തോളൂന്നുള്ള ഓപ്ഷൻ ഇവിടെ മെസ്സേജ് വന്നോളൂ. അപ്പോൾ ഇത് 100% ആയാലും നമ്മൾ പറഞ്ഞതുപോലെയുള്ള ഒരു AI വീഡിയോ യൂട്യൂബിൽ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. അത് നമുക്ക് നേരിട്ട് യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്യാനും പറ്റും. പിന്നെ അതിൽ എഡിറ്റ് ഓപ്ഷനൊക്കെ ഉണ്ട്. ഒരു 10 സെക്കൻഡ്
ഇതുള്ള വീഡിയോ ആണ് നമുക്ക് കിട്ടുക. അങ്ങനെ 2-3 വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിൽ എഡിറ്റ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്കത് ജോയിൻ ചെയ്ത് ലോങ് വീഡിയോ ഒക്കെ ആക്കി മാറ്റാൻ കഴിയും. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടേതായിട്ടുള്ള വോയിസ് ഓവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കൊടുത്താൽ മാത്രമേ ഈ AI വീഡിയോസിന് മോണിറ്റൈസേഷൻ കിട്ടിയിട്ട് യൂട്യൂബ് വഴി വരുമാനം കിട്ടുള്ളൂ. അല്ലാതെ ഈ ക്രിയേറ്റ് ചെയ്ത് തരുന്ന വീഡിയോ അപ്പോൾ അതേപോലെ തന്നെ അങ്ങ് അപ്ലോഡ് ചെയ്താലൊന്നും മോണിറ്റൈസേഷൻ ആവുകയില്ല. ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ആകെ 470 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. വീഡിയോ ഇഷ്ടമായാൽ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സിനെ ആക്കി തരാമോ? നിങ്ങൾക്ക് മാറ്റം വരുത്തണം, സ്പീഡ് കുറച്ച് കുറയ്ക്കുക. ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ആകെ 470 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സിനെ ആക്കി തരാമോ? ഇനി നമുക്കിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കുമല്ലോ. ഷോർട്സൊക്കെ എങ്ങനെയാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. പക്ഷേങ്കിൽ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ചെയ്യണം, താഴെ ഇത് AI വെച്ച് ചെയ്തതാണെന്നുള്ള ആ ഒരു ടാഗിൽ യെസ് കൊടുക്കണം. അത് പ്രത്യേകം മറക്കരുത്. AI വെച്ച് ഉണ്ടാക്കിയ വീഡിയോ ആണെന്നുള്ള ഓപ്ഷൻ ഇതിലുണ്ടല്ലോ, പ്രത്യേകം AI ആണെന്നുള്ള അവിടെ യെസ് കൊടുക്കാൻ മറക്കരുത്. ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാനിവിടെ റിലേറ്റഡ് വീഡിയോസിൽ സ്വന്തം ഫോട്ടോ ഉപയോഗിച്ചിട്ട് എങ്ങനെ AI വീഡിയോസ് ഉണ്ടാക്കുക എന്നത് ആ വീഡിയോ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ AI യൂസ് എന്നെടുത്ത് ക്ലിക്ക് ചെയ്തിട്ട് യെസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. എന്നിട്ട് ബാക്ക് അടിക്കുക. എന്നിട്ട് ഇത് അപ്ലോഡ് ഷോട്ട് എന്നുള്ളത് കൊടുത്താൽ അപ്ലോഡായി. അപ്പോൾ AI വീഡിയോ യൂട്യൂബിൽ തന്നെ ചെയ്യാൻ വളരെ പെട്ടെന്ന് കഴിയും, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ പറഞ്ഞ പോലെ തന്നെ എനിക്കിപ്പോൾ 470 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊരു 1000 പേരാക്കി തരണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.